ഹായ് മക്കളെ, എല്ലാവർക്കും ആശുൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ എല്ലാവരും റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ്. അതായത് കൂട്ടുകാരുടെ ഉത്ഗ്രഥനം ഇന്റഗ്രേഷൻ എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പൊ കൂട്ടുകാരെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് എക്സാമിലോട്ട് പോവാം. നോക്കിക്കാം മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സ്ഥലങ്ങൾ മക്കളെ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേരുകൾ എഴുതണം. സ്കൂൾ എന്നിടത്ത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ അതുപോലെ ക്ലാസ് എന്നിടത്ത് മക്കളുടെ ക്ലാസ്സും ഡിവിഷനും കൃത്യമായിട്ട് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം മക്കളെ. ചിരിക്കുന്ന പാവ എന്താണ് പ്രവർത്തനത്തിന്റെ പേര്? ചിരിക്കുന്ന പാവ എന്നതാണ് അല്ലെ. വായിക്കും. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. നിറം നൽകൂ. ഇവിടെ നോക്കിയ മക്കളെ, കൂട്ടുകാർക്ക് കുറച്ച് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ് മക്കളെ. ഈ സെക്ഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് വായിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിന് നിർദ്ദേശം നൽകണം. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. മക്കളൊന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. കൃത്യമായിട്ട് നോക്കണേ. വീഡിയോ പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മിസ് ആദ്യം ഒന്ന് വായിക്കാം. കറുത്ത മുടി. അപ്പൊ മുടിക്ക് നമ്മൾ എന്ത് കളർ കൊടുക്കണം? കറുപ്പ് നിറം കൊടുക്കണം. അടുത്ത നോക്കിക്കേ മക്കളെ, ചുവന്ന ചുണ്ട്. ചുണ്ടിന് ഏത് നിറം നൽകണം? ചുവപ്പ് നിറം നൽകണം. ദെൻ പച്ച കുപ്പായം. കുപ്പായത്തിന് എന്ത് നിറം നൽകണം മക്കളെ? പച്ച നിറം നൽകണം. ദെൻ നീല വള. വളയ്ക്ക് ഏത് നിറം നൽകണം? നീല നിറം കൊടുക്കണം. അതുപോലെ തന്നെ നീലമാല. മാലയ്ക്ക് ഏത് നിറം നൽകണം? നീല. കണ്ടോ മക്കളെ? അപ്പൊ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് അതിനനുസരിച്ച് അവിടെയുള്ള പാവയ്ക്ക് നിറം നൽകുക. അപ്പൊ നമുക്ക് ഓരോന്ന് വീണ്ടും 1 by 1 ആയിട്ട് വായിക്കാം അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? കറുത്ത മുടിയാണ്. അപ്പൊ നമ്മൾ ഏത് കളർ കൊണ്ടുപോകണം മക്കളെ? യെസ്, ബ്ലാക്ക് കളർ കൊണ്ടുപോവാ. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പാവയുടെ മുടിക്ക് അല്ലെ ഏത് കളർ കൊടുക്കണം? കറുപ്പ് നിറം കൊടുക്കണം. ഓക്കെ അല്ല മക്കളെ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മിസ് നേരത്തെയും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം? കളർ പെൻസിലോ ക്രയോൺസോ കൊണ്ടുപോകണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മുടിക്ക് കറുപ്പ് നിറം നൽകി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുവന്ന ചുണ്ട്. ചുണ്ടിന് ഏത് കളർ കൊടുക്കണം മക്കളെ? ചുവപ്പ് നിറം വേണം ചുണ്ടിന് നൽകാനായിട്ട്. ചുണ്ടിന് ചുവപ്പ് നിറം നൽകണം അല്ലെ. പാവയുടെ ചുണ്ട് ഇതല്ല മക്കളെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? റെഡ് കളറ് ചുവപ്പ് നിറം നൽകി. മക്കൾ നല്ല ഭംഗിയാക്കി കൊടുത്തോളൂ കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് ഏതാണ്? പച്ച കുപ്പായം. കുപ്പായത്തിന് ഏത് കളർ നൽകണം? പച്ച നിറം നൽകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പച്ച നിറം സെലക്ട് ചെയ്തിട്ട് കുപ്പായത്തിന് പച്ച നിറം നൽകാം അല്ലെ. കുപ്പായത്തിന് നമുക്ക് പച്ച നിറം നൽകാം. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മള് പച്ച കുപ്പായം, അവിടെ പാവയുടെ കുപ്പായത്തിന് ഏത് നിറം നൽകി മക്കളെ? പച്ച കുപ്പായാണ് നൽകുന്നത് കേട്ടോ. മക്കള് നല്ല ഭംഗിയിൽ കൊടുക്കണം. മിസ് ജസ്റ്റ് ഒന്ന് റഫ് ആക്കി മക്കൾ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. മക്കള് നല്ല ഭംഗിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ല മക്കളെ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നീല വളയും നീല മാലയും ആണല്ലേ. നീല വള നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നീല കളർ സെലക്ട് ചെയ്യാം. നീല കളർ സെലക്ട് ചെയ്ത് നമുക്ക് നീല മാലയും അതുപോലെ തന്നെ നീല വളയും നമുക്ക് വരച്ചു കൊടുക്കാം അല്ലെ.
ഓക്കെയല്ലേ മക്കളെ? അപ്പൊ മിസ് ജസ്റ്റ് ഒരു നീല കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ, നമുക്ക് ആദ്യം നീല മാല വരച്ചു കൊടുക്കാം അല്ലെ? നീല മാല നമുക്ക് ആദ്യം വരയ്ക്കാം. നോക്കിക്കേ മക്കളെ, അപ്പൊ ഇതുപോലെ നീലമാല നമുക്ക് വരച്ചു. ഓക്കെ അല്ലേ? ദെൻ എന്ത് ചെയ്യണം, നീല വളയും വരയ്ക്കണം. നീല വളയും വരയ്ക്കണം. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കറുത്ത മുടി, ചുവന്ന ചുണ്ട്, പച്ചക്കുപ്പായം, നീലവള, നീലമാല. ക്ലിയർ അല്ലേ മക്കളെ? ബാക്കിയുള്ള പോർഷന് നിങ്ങളെ ടീച്ചർ കളർ ചെയ്യാൻ പറഞ്ഞാണെങ്കിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുകാർ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കൂട്ടുകാർക്ക് ആ പ്രവർത്തനത്തിന്റെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിർബന്ധമായിട്ടും കളർ പെൻസിലോ ക്രയോൺസോ കൊണ്ടുപോകാൻ മറക്കരുത് മക്കളെ, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ആടാം പാടാം. നോക്കിക്കേ, പാടാം എഴുതാം. ഇവിടെ നോക്കിക്കേ മക്കളെ, പാവ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പാട്ട് പാടുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെയോ ചാടുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നോക്കിയിട്ട് മക്കളോട് എഴുതാനാണ് പറഞ്ഞത്. നോക്കിക്കേ, പാവ പാവ ആടുന്ന പാവ. എന്താ മക്കളെ പറഞ്ഞത്? പാവ പാവ ആടുന്ന പാവ എന്നാണ് പറഞ്ഞത്. പിന്നെയോ മക്കളെ, പാവ പാവ, പിന്നെ മക്കൾ എന്ത് എഴുതണം? ഇവിടെ പാവ വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ മക്കൾ ചേർത്ത് എഴുതണം. എന്തൊക്കെ ചെയ്യുന്നുണ്ട് മക്കളെ? പാവ എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പാവ പാവ ചിരിക്കുന്ന പാവ എന്ന് പറയാ അല്ലെ? ഇനി ഇവിടെ പാവ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ചാടുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? പാവ പാവ ചാടുന്ന പാവ എന്ന് പറയാ അല്ലെ? ദെൻ ഇവിടെ പാവ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? പാട്ട് പാടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? പാവ പാവ പാടുന്ന പാവ എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞാലോ? പാവ പാവ ആടുന്ന പാവ, പാവ പാവ ചിരിക്കുന്ന പാവ, പാവ പാവ ചാടുന്ന പാവ, പാവ പാവ പാടുന്ന പാവ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതുപോലെയാണ് മക്കൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നോക്കിക്കേ, നമുക്ക് അവിടെ എഴുതാം അല്ലെ? പാവ പാവ ആദ്യം എന്താണ്? ചിരിക്കുന്ന പാവയാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ചിരിക്കുന്ന പാവ. ദെൻ പിന്നെ നമുക്ക് എന്ത് എഴുതാം മക്കളെ? പാവ പാവ പാടുന്ന പാവ അല്ലെ? എന്ത് ചെയ്യുന്ന പാവയാണ്? പാടുന്ന പാവ. ദെൻ അതുപോലെ നമുക്ക് എന്ത് എഴുതാം? പാവ പാവ ചാടുന്ന പാവ. എന്ത് ചെയ്യുന്ന പാവയാണ്? ചാടുന്ന പാവ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ചിത്രം നോക്കി എഴുതാവുന്ന കാര്യമുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. ചെറുതും വലുതും തരംതിരിക്കാം, വരച്ചു ചേർക്കാം. ഒന്നുമില്ല മക്കളെ, ഇവിടെ കുറെ ചെടികൾ, പൂക്കൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ചെമ്പരത്തി, ഡാലിയ, തെച്ചി, റോസ, മുല്ല തുടങ്ങിയിട്ടുള്ള പൂക്കൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെന്ററിലായിട്ട് ഒരു വലിയ ഇലയും ചെറിയ ഇലയും കണ്ടോ മക്കളെ? അപ്പൊ തന്നിട്ടുള്ള പൂക്കളില് വലിയ പൂക്കളെയൊക്കെ വലിയ ഇലയിലേക്കും ചെറിയ പൂക്കളെയൊക്കെ ചെറിയ ഇലകളിലേക്കും വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? ഇതുപോലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇതിൽ തന്നിട്ടുള്ളതിൽ വലിയ പൂ ഏതൊക്കെയാണ്? നമുക്കറിയാം, ചെമ്പരത്തി വലുതിലേക്ക് വരയ്ക്കാം. പിന്നെയോ റോസ നമുക്ക് വലുതിലേക്ക് വരയ്ക്കാം. പിന്നെയോ മക്കളെ, യെസ്, ഡാലിയ നമുക്ക് എന്ത് ചെയ്യാം? വലുതിലോട്ട് വരയ്ക്കാം അല്ലെ? ഇനി അതുപോലെ തന്നെ ചെറിയവ ഏതൊക്കെയാണ്? ഇവിടെ തെച്ചിയെ നമുക്ക് ചെറിയ ഇലയിലോട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ മുല്ലയെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ഇലയിലോട്ട് വരയ്ക്കാം അല്ലെ? അപ്പൊ പറഞ്ഞേ മക്കളെ, വലിയവ ഏതൊക്കെയാണ്? ഡാലിയ, ചെമ്പരത്തി, റോസ തുടങ്ങിയവയ്ക്ക് എന്താണ്? വലിയ പൂക്കളാണ്. അതുപോലെ തന്നെ തെച്ചി, മുല്ല തുടങ്ങിയവയ്ക്ക് എന്താണ്? ചെറിയ പൂക്കളാണ് അല്ലെ? അപ്പൊ ചെറിയ ഇലയ്ക്ക് അവയും വരയ്ക്കാം, വലിയ പൂക്കളെ വലിയ ഇലയിലേക്കും വരയ്ക്കും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെയുള്ള വേറെയും ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ കൃത്യമായിട്ട് വലിയവ ഏതാണെന്നും ചെറിയവ ഏതാ എന്നുള്ളത് മക്കള്
ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ല മക്കളെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യ പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മക്കൾക്ക് എക്സാമിന് എഴുതാണ്ടാവുള്ളൂ. പക്ഷെ അത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മക്കൾ കൃത്യമായിട്ട് ഒരു തവണ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.